ഹലോ ഗായ്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് വീഡിയോ ആണ്. ലാസ്റ്റ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് ഫീഡ്ബാക്ക്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ സൗണ്ട് ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ വീഡിയോൻ്റെ ലാപ്പിൽ സൗണ്ട് ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഫോണിൽ വീഡിയോയ്ക്ക് സൗണ്ട് ക്വാളിറ്റി ഇല്ല, ഭയങ്കര ലോ ആണ് വോയിസ്. അങ്ങനെയുള്ള ഒരുപാട് ഫീഡ്ബാക്ക്സ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ മൈക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ മൈക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസമായിട്ട് മൈക്ക് ചെക്ക് ചെയ്യായിരുന്നു, ഏത് മൈക്കാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു 15,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് മൈക്ക് ചെക്ക് ചെയ്ത് തരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു മൈക്ക്, ഞാൻ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മൈക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആ മൈക്കാണ് യൂസ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വൈസ് ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പോൾ പഴയ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഉള്ള സൗണ്ട് ആയിരിക്കില്ല മിക്കവാറും ഈ ഒരു വീഡിയോയ്ക്ക്. അപ്പം അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു സൗണ്ടിൽ. ഞാനത് മേടിച്ച് ടെസ്റ്റ് ചെയ്തപ്പം അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. സോ ഇതാണ് മൈക്ക്, ഹോളി ലാൻഡിൻ്റെ ലാക്ക് M2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതെനിക്ക് എന്താ പറയുക, നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് യൂസ് ചെയ്തിട്ട്. ഞാനൊരു 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. ഇതിന് ഏകദേശം നാട്ടിൽ ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് ഏകദേശം 15,000 ആയിരുന്നു ഇറങ്ങിയ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 13,000 നിങ്ങൾക്ക് ഈ സാധനം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു സാധനം ഇവിടെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 8,500 റുപ്പീസൊക്കെ വരുള്ളൂ UAE മേടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, എനിക്ക് തോന്നുന്നു നിങ്ങൾ UAE ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊടുത്ത് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5,000 രൂപയൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ ബോക്സ് വരുന്നത്. ഇതിലിപ്പോൾ അവിടെ ഹോളി ലാൻഡിൽ നിന്ന് ഓരോ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ വരുന്നത് ഒരു ബോക്സും പിന്നെ 3 റിസീവേഴ്സും അതുപോലെ തന്നെ 2 മൈക്കുമാണ്. സോ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പം ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ ഇവർ 15,000 രൂപ കൊടുത്തിട്ട് ഈ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിലെന്താണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ എങ്ങനെ തുറക്കുക? ഇത് തുറക്കുമ്പോൾ സൂക്ഷിച്ച് തുറക്കണം. ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോ ഇതിലിങ്ങനൊരു കാർഡ് വരുന്നുണ്ട്. ഇതൊരു യൂസർ മാനുവലിൻ്റെ ഒരു ബോക്സാണ്. ഇതിലിങ്ങനൊരു കാർഡ് വരുന്നുണ്ട്. ഇതിൽ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇങ്ങനത്തെ ഒരു കാർഡിലുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ഇതെന്തോ, ഇത് മൈക്കിൻ്റെ സ്കിന്നാണ്. മൈക്കിൻ്റെ ഇമോജി പോലത്തെ സോ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ മൈക്കുമ്മ ഒട്ടിച്ചിട്ട് ഇതൊക്കെ ചെയ്യാം. പിന്നെ ഇതിൽ യൂസർ മാനുവൽ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഞാൻ വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൽ ഈ ഒരു പേപ്പറിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാൻ വേണമെങ്കിൽ. പിന്നെ ഉള്ളതാണ് ദ മെയിൻ തിങ്. ഇതാണ് ഈ ഒരു ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സിലാണ് നമ്മളുടെ മൈക്കും 2 ബട്ടൺ മൈക്കും ക്യാമറയുടെ റിസീവറുമാണ് ഉള്ളത്. ഇതിങ്ങനെയാണ് ഈ ഒരു ബോക്സ് വരുന്നത്. സോ ഇതിൽ ഇതാണ് ഒരു ബട്ടൺ മൈക്ക്. പിന്നെ വേറെ ബട്ടൺ മൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം ഇനി ഈ വീഡിയോയിൽ സൗണ്ട് ഇല്ലെങ്കിൽ ആൾക്കാരെന്നെ ചീത്ത പറയും. അത് കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ബട്ടൺ മൈക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൺ മൈക്ക്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് എംപ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബട്ടൺ മൈക്ക് ഉള്ളത്. പിന്നെയുള്ളത് ക്യാമറയുടെ റിസീവറാണ്. സോ ഇത് നമ്മൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്തിട്ട് മൈക്ക് കണക്ട് ചെയ്യാനുള്ള റിസീവറാണ് ക്യാമറയുടെ. അതുപോലെ പിന്നെയുള്ളത് വേറെ 2 റിസീവറുണ്ട്. ഒന്ന് ഇത് നമ്മളുടെ ഐഫോണിൻ്റെ പഴയ ഐഫോൺ
പോർട്ടാണ്, മറ്റേ 14 വരെയൊക്കെയുള്ള ഐഫോണിൻ്റെ പോർട്ടാണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ടൈപ്പ് സി ഉണ്ട്. അത് ഇപ്പോൾ ഐഫോണിൽ ഇപ്പോൾ 15 തൊട്ട് ടൈപ്പ് സി ആണല്ലോ. അപ്പോൾ ടൈപ്പ് സി ഉണ്ട്. ടൈപ്പ് സി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് സിയുടെ കണക്ടർ എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്, ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് സംഭവം. ഇതാണ് പിന്നെയുള്ള വേറൊരു ഐറ്റം. ഓക്കെ, പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെയുള്ളത് ഇങ്ങനെ ഒരു പൗച്ചാണ്. ഇങ്ങനെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഇതിലെന്താന്ന് നോക്കാം. ഇതിൽ നമ്മളുടെ ബോക്സ്, ഈ ഒരു ബോക്സ് ചാർജ് ചെയ്യാനുള്ള ടൈപ്പ് സി ടു USB കണക്ടർ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിന് ഏകദേശം 40 hours അവർ ഇത് പറയുന്നത്, നമ്മളുടെ ചാർജിങ് ലൈഫ് പറയുന്നത് 40 hours ലൈഫ് പറയുന്നത്. അതുപോലെ തന്നെ മൈക്കിൽ വരുന്നത്, ഇത് ഞാൻ പറയാൻ മറന്നു, മൈക്കിൽ വരുന്നത് 10 hours ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നത്. മാക്സിമം 10 hours ബാറ്ററി ലൈഫ് വരുന്നത്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, എത്ര ടൈം നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ പറയുന്നത് 10 hours, ബോക്സിന് 40 hours. പിന്നെ ഇത് മേടിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുൾ ചാർജായിട്ട് കിട്ടും. അതെനിക്കൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നി. അതുപോലെ തന്നെ പിന്നെ ഇത് വരുന്നത്, ഇത് ഒരു RX കണക്ടറാണ്. നമ്മളുടെ ഈ ക്യാമറയുടെ റിസീവർ, ഈ ഒരു ക്യാമറയുടെ റിസീവറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന RX കണക്ടറാണ്. സോ ഇതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളൊരു സാധനം എന്ന് പറയുന്നത്, പിന്നെ ഡെഡ് ക്യാറ്റ് വരുന്നുണ്ട്. അതായത് പുറത്ത് ഈ സാധനമാണ് ഡെഡ് ക്യാറ്റ്. ഇത് നമുക്ക് മൈക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് ഇപ്പോൾ ഏതെങ്കിലും വ്ളോഗോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ കാറ്റിൻ്റെ ഡിസ്റ്റർബൻസ്, കാറ്റിൻ്റെ സൗണ്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. കാരണം ഒറ്റ മൈക്കിലും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എല്ലാം അതായത് പുറത്ത് പോകുമ്പോൾ ഇത് മാൻഡേറ്ററി ആയിട്ട് വേണ്ട സാധനമാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഈ സാധനം വെക്കുക. പക്ഷേ ഇത് ഭയങ്കര വലിയൊരു ഡെഡ് ക്യാറ്റാണ്, ഭയങ്കര സൈസ് ഉണ്ട്. ഇത് മൈക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഇത് 2 വരുന്നുണ്ട്. ഇതും ഒരു ഡെഡ് ക്യാറ്റ് തന്നെയാണ്. അപ്പം ഇത് 2 വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു നെക്ലസ്സാണ്. ഇതെനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഒരുപാട് കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നെക്ലസ്സാണ്. ഇത് 2 വരുന്നുണ്ട്. ആക്ച്വലി 2 നെക്ലസ് വരുന്നുണ്ട്. നമുക്കിവിടെ ഈ മൈക്ക് ഇതൊരു മാഗ്നറ്റാണ്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കഴുത്തിലിടാം. അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി സെറ്റപ്പായിട്ട് എനിക്ക് തോന്നി. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ് ലുക്സ് ഗുഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. ഈ പറഞ്ഞ പോലെ 15,000-ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൈക്കാണ്. സൗണ്ട് ക്വാളിറ്റി, ഞാനിതിന് മുമ്പ് ബോയയുടെ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്രയും ഒരു എന്താ പറയുക, എനിക്ക് മൈക്കിൻ്റെ കാര്യത്തിൽ വലിയ ടെക്നിക്കൽ നോളജ് ഇല്ല കേട്ടോ, അതൊന്നാമത്തെ കാര്യം. സോ എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ല. പക്ഷേ ഞാൻ മുമ്പ് ബോയയുടെ ഒരു മൈക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇതിൻ്റെ അത്ര ഒരു ക്ലാരിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ബോക്സിൻ്റെ ബാക്കിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ടൺ സൈസ് ക്യാമറയാണ്, പിന്നെ 24 bit റെക്കോർഡിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഫോണിലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, അതെനിക്ക് നല്ലൊരു ഫീച്ചറാണ്. അഡ്വാൻസ്ഡ് എൻവയോൺമെൻറ്റ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 40 hours ബാറ്ററി ലൈഫ് ഉണ്ട്. അതും ഈ ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീച്ചറാണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണ്, നിങ്ങൾക്ക് എന്താ പറയുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനമാണ്. കാരണം വീഡിയോയ്ക്ക് സൗണ്ട് ഇല്ലെങ്കിൽ ശരിക്കും ഭയങ്കര മോശമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കിയപ്പം എനിക്കും അത് തോന്നിയായിരുന്നു. സോ ബെറ്റർ നിങ്ങൾ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു സാധനം എന്തായാലും മേടിച്ച് വെച്ചോ. കാരണം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതെന്തായാലും ഒരു എന്താ പറയുക മോശമായിട്ടുള്ളൊരു പർച്ചേസ് ആവില്ല, അത് ഉറപ്പാണ്. കാരണം ഞാൻ യൂസ് ചെയ്തു, നല്ല ഔട്ടുള്ള ഒരു മൈക്കാണ്. പിന്നെ ഇത് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പം നമ്മളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്, അതുകൊണ്ട് പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് മാത്രം. പിന്നെ നാളെ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക ഈ ഒരു മൈക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അമ്മേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.